അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇത് തങ്ങൾപ്പാറ മഖാമിൻ്റെ ഒരു ചെറിയ ചരിത്ര വിവരണമാണ്. തെക്കൻ കേരളത്തിലെങ്ങും പ്രശസ്തമായ ഈ തങ്ങൾപ്പാറ മഖാം നാനാജാതി മതസ്ഥർ സന്ദർശിക്കുന്ന ഒരു കേന്ദ്രമാണ്. വാഗമൺ പ്രദേശത്തെ കോലാഹലമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാം ഇവിടേക്ക് എത്തിച്ചേരുന്നതെന്ന് തന്നെ കിലോമീറ്റർ സഞ്ചരിച്ചുള്ള മലഞ്ചെരുവിലൂടെയാണ്. ഇന്നിപ്പോൾ നല്ല മികച്ച ഗതാഗത സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മഹാസൂഫി വര്യൻ ഈ മലമുകളിൽ ധ്യാനത്തിലിരുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ സംഗതിയാണ്. കാരണം പ്രാചീന ശിലായുഗ സ്മരണയുയർത്തുന്ന പാറക്കൂട്ടങ്ങളും നട്ടുച്ചയ്ക്ക് പോലും വിടാൻ മടിക്കുന്ന കോടമഞ്ഞും നിമിഷങ്ങൾക്കകം ചിത്രങ്ങൾ വരച്ച് മിന്നിമറയുന്ന നീലാകാശവും ശീതക്കാറ്റിൻ്റെ തലോടലുമൊക്കെ ഇവിടെ എത്തുന്നവർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം സമ്മാനിക്കും. പ്രകൃതിയുടെ സൗന്ദര്യം ഈ വാഗമൺ പ്രദേശത്ത് നിന്നാൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സ്മരിക്കാൻ ഏറ്റവും നല്ല ഉയർന്ന സ്ഥലത്ത് കോലാഹലമേട്ടിൽ ഇവിടെ എത്തിയ മഹാൻ ഇവിടെ ഇരുന്ന് ധ്യാനനിരതനായി എന്നാണ് ചരിത്രം പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാഗറിലെ ഷെയ്ഖ് ജമാലുദ്ദീൻ സുലൈമാൻ കർസും ഖാത്തൂൻ ദമ്പതികളുടെ മകനായി ഹിജ്റ 569 ശഅബാൻ 29 ജനനം. മഹാൻ്റെ മുഴുവൻ പേര് ഷെയ്ഖ് ഫരീദുദ്ദീൻ മസൂദ് കൻശക്കർ വലിയുല്ലാഹി എന്നാണ്. അവരുടെ പൂർവികർ യഥാർത്ഥത്തിൽ ലാഹോറിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവരുടെ മാതാപിതാക്കളുടെ പരമ്പര എത്തിച്ചേരുന്നത് 2ാം ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹുവിൻ്റെ പരമ്പരയിലാണ്. അവരുടെ പൂർവികരൊക്കെ ഖാസിമാരും പണ്ഡിതന്മാരും ഒക്കെ ആയിരുന്നു. ഈ മഹാനാവട്ടെ ചെറുപ്പം മുതൽ തന്നെ അള്ളാഹുവിൻ്റെ തർബീത്തിലായി വളർന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ പിതാവ് മരണപ്പെട്ടിരുന്നു. മാതാവാണ് യഥാർത്ഥത്തിൽ പ്രഥമ ഗുരു. ഈ മഹാൻ ലോകമെങ്ങും സഞ്ചരിച്ച ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല, സൂഫിസം തിരഞ്ഞെടുത്ത ഈ മഹാൻ ഒറ്റയ്ക്കിരിക്കാനായിരുന്നു ഏറെയും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇദ്ദേഹം എത്തുന്നവിടെയൊക്കെ ജനങ്ങൾ തടിച്ചുകൂടുന്നത് പതിവായതുകൊണ്ട് അദ്ദേഹം എവിടെയും കൂടുതൽ കാലം താമസിക്കാറില്ലായിരുന്നു എന്നതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഗുരുവര്യന്മാരിൽ പ്രധാനിയാണ് സുൽത്താൻ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് ഷേഖ് മൊഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറൽ അസീസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി ഖദ്ദസല്ലാഹു സിറൽ അസീസും അവരുടെ ഗുരുവര്യന്മാരാണ്. ഇരുവരുടെയും സംയുക്തമായ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ആശീർവാദം നേടിയ ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് ഈ മഹാനവറുകൾ. ഇദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോൾ മഹാൻ ചോദിച്ചു, ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് എന്താണ് തരിക? മാതാവ് പറഞ്ഞു, ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് മധുരം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കാരം കഴിയുമ്പോഴൊക്കെ അല്പം മധുരം കൊടുക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് മധുരം കൊടുക്കാൻ മാതാവ് വീട്ടിലില്ലാതെ വന്നു. പക്ഷേ തിരിച്ചു വന്ന മാതാവ് മഹാനോട് ചോദിച്ചു, നിങ്ങൾക്ക് മധുരം കിട്ടിയോ? ഓ, എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. മാതാവിന് മനസ്സിലായി അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ തർബീയത്തുണ്ടെന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടെന്നും ഈ സംഭവത്തിലൂടെ മാതാവിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ കഞ്ചശക്കർ എന്നും അറിയപ്പെടുന്നത് എന്നും
അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് മധുരം കിനിയുമായിരുന്നുവെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കേന്ദ്രത്തിൽ ഈ തങ്ങൾപ്പാറ മക്കാമിലും മധുര വിതരണം നടത്താറുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് ഇതിൻ്റെ ഉറൂസ് നടക്കാറുണ്ട്. അന്ന് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് സൂഫി വര്യന്മാരും ഒക്കെ സാധാരണക്കാരും നാനാജാതി മതസ്ഥരും ഒക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. നേരത്തെ പറഞ്ഞുവല്ലോ, ഇന്ത്യയുടെ പല ഭാഗത്തും ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മഖാമുകൾ കാശ്മീരിലും അതുപോലെ തന്നെ കാഞ്ഞിരമറ്റത്തും, കേരളത്തിലെ കാഞ്ഞിരമറ്റത്തും ഇവിടെയുമൊക്കെ ഉണ്ട്. പ്രബലമായ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനം കാഞ്ഞിരമറ്റം എന്നാണെങ്കിലും മറ്റുള്ളവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താനും അദ്ദേഹത്തിൻ്റെ ആ ആത്മീയ ചൈതന്യത്തിൻ്റെ ആ ബർക്കത്തെടുക്കാനുമായി മഖാമുകൾ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ചില്ല അജ്മീറിലുണ്ട്. അത് മുഹറം 5-നാണ് തുറക്കുക. അജ്മീറിൻ്റെ വടക്ക് ഭാഗത്ത് ഷെയ്ഖ് ബാബ ഫരീദ്ദീൻ ചിസ്തി എന്ന പേരിൽ ഒരു ചിലയാണ് ഉള്ളത്. മുഹറം 4-നാണ് ഇത് തുറക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേർപാട് ഇദ്ദേഹത്തിൻ്റെ വഫാത്ത് ഹിജ്റ 665 മുഹറം 5-നാണ് എന്നാണ് അറിയുന്നത്. ഇദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഏകാന്തമായി അള്ളാഹുവിനെ ആരാധിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു കൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട് ഇവിടെയാണ് അവസാന കാലം വരെ താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവിടെയുള്ള ഈ ശാന്തതയും പ്രകൃതിയുടെ വശ്യസൗന്ദര്യവും സ്വച്ഛതയും ഒക്കെ ആകർഷണനായ ഷേഖ് അവർകൾ ഇവിടെ തന്നെ ഒരുപാട് കാലം ധ്യാന നിരതനായി ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെയുള്ള ഗതാഗത സൗകര്യങ്ങളൊന്നും ഇപ്പോഴത്തെ നോക്കണ്ട. ഇതിനു മുമ്പ് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് തികച്ചും വിജനമാണ്. നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഒരുപാട് പാറക്കൂട്ടങ്ങൾക്ക് മുകളിലാണ് ഈ ധ്യാനത്തിനിരുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആർക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയില്ല. അത്രയേറെ ഉയരമുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് എങ്ങനെ വളരെ കാലം കഴിച്ചുകൂട്ടി എന്നത് തന്നെ ഒരു അത്ഭുതകരമായ ഒരു സംഗതിയാണ്. കാരണം ഒരുപാട് ഏകദേശം 3 കിലോമീറ്റർ നമ്മൾ എത്തിച്ചേരുന്ന ആ കോലാഹലമേട്ടിൽ എത്തിച്ചേർന്ന അവിടെ നിന്നും 2-3 കിലോമീറ്റർ കുത്തനെയുള്ള ആ പാറക്കൂട്ടങ്ങൾ കയറി വേണം മഹാൻ ഇരുന്ന് ഈ സ്ഥലത്ത് എത്തേണ്ടത്. തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവവും ഒക്കെ സമ്മാനിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത്. കാരണം ഇവിടേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാറില്ല. മാത്രമല്ല, ഇവിടെ വരുന്നതും പോകുന്നതും നമുക്ക് വ്യത്യസ്തമായ അനുഭവം കാഴ്ചവെക്കാം. അതുകൊണ്ട് ഈ മഹാന്മാരുടെ ആ സ്ഥലത്തിലെങ്കിലും എത്താൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം നമുക്കൊന്നും കഴിയാത്ത ആ ഇലാഹി സ്മരണയിൽ ലയിക്കുന്ന ജീവിതം കാഴ്ചവെച്ച ആ മഹത്തുക്കളുടെ ഒരു ബർക്കത്ത് എന്തായാലും അവിടെ ഉണ്ടാവുമല്ലോ. ആ സ്ഥലം സന്ദർശിച്ച് സായുജ്യമടയാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എല്ലാവർക്കും.